ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു പൈനാപ്പിളും കൊണ്ടൊരു ഉപ്പിലിട്ടത് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് അല്ല, അതിലും ടേസ്റ്റിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ വൃത്തിയായിട്ട് തൊലി ചെത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂഞ്ഞിലും ചെത്തി കളയണം കേട്ടോ. ഇനി കുഞ്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂഞ്ഞിൽ ചെത്തിയതിന് ശേഷം ഞാനിങ്ങനെ സ്ക്വയറിലാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. റൗണ്ടിലരിയാം, നീളത്തിലരിയാം, എങ്ങനെ വേണേലും അരിയാം. അപ്പോൾ ഞാൻ കുറച്ച് പീസ് നീളത്തിലും കുറച്ച് പീസ് സ്ക്വയറായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്കൊരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഞാൻ ഉപ്പിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ് ജാറിലേക്ക് 2 സ്പൂൺ ഉപ്പ്, 3 സ്പൂൺ വിനാഗിരി, ഈ നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് ഇത്രയും ആഡ് ചെയ്യുക. എന്നിട്ട് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കതങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ ഈ കുപ്പി തന്നെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുളകിൻ്റെ എരിച്ചിലിങ്ങനെ പുറത്തേക്ക് വരുമല്ലോ, ഗ്യാസ് പോലെ. അപ്പോൾ അടച്ചു വെച്ച് ആ വെള്ളം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസുകൾ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് അടച്ചു വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് സാധാരണ പോലെ കഴിക്കാം.